നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് ഗോവർദ്ധനൻ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഗോവർദ്ധനോട് ബാലേന്ദ്രൻ പറഞ്ഞു, എടാ എങ്ങനെയെങ്കിലും എനിക്കൊന്നും മരിച്ചു കിട്ടിയാൽ മതി, എനിക്കിങ്ങനെ കിടക്കണമെന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും ഗോവർദ്ധനൻ പറഞ്ഞു, എന്താ ബാലേട്ടാ, ബാലേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. പിന്നല്ലാതെ ഞാൻ എന്ത് പറയണം, ഞാനിനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്, ഇതൊക്കെ കാണാനും കേൾക്കാനും ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഗോവർദ്ധനൻ പറഞ്ഞു, ബാലേട്ട സമാധാനമായിട്ടിരിക്കുക, ഞാൻ ഷോപ്പ് തുറക്കാൻ പോണ സമയത്താണ് അലീന എന്നോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നേ. അല്ല, ഒരു കാര്യം അലീന എന്നോട് പറഞ്ഞു, ഷോപ്പ് തുറക്കണ്ടെന്ന് പറഞ്ഞു. എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അവൾ എന്താ പറയണേ അതുപോലെ തന്നെ ഞങ്ങളുടെ അനുസരിച്ചേക്കാൻ പറഞ്ഞു. അല്ല ബാലേട്ട, ഷോപ്പ് തുറക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൾ തുറക്കണ്ടെന്ന് പറഞ്ഞില്ലേ, തുറന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരൊക്കെ അറിഞ്ഞ് ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതെല്ലാം കേട്ടിനിപ്പോൾ ഗോവർദ്ധന സങ്കടമായി. ഗോവർദ്ധനം പറഞ്ഞു, അല്ല നമുക്ക് രോഗത്തിനെ രക്ഷപ്പെടുത്തണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, ആദ്യം ഞാൻ വിചാരിച്ചത് വേണ്ടെന്നാ, എന്തേലും ആട്ടേന്ന് ഓർത്തു. പിന്നെ ഓർത്തു സ്വന്തം മകനായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും. അല്ല, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമായിരുന്നെങ്കിൽ ആ SI ഒന്ന് കാണായിരുന്നു, പിന്നെ വക്കീലിനെ പോയി ഒന്ന് കാണണമെന്ന് പറയണം. എന്തിനാ SIയെ കാണാൻ പോന്നേ? അയാളും ഞാനുമായിട്ട് നല്ല പരിചയമുള്ളതാ. പക്ഷേങ്കിൽ എൻ്റെ മുന്നിൽ വെച്ചിട്ട് അയാൾ രോഹിത്തിനെ തല്ലിയത് ഒരു പരിചയവും കാണിക്കാത്ത ഭാവത്തിൽ. അപ്പം തന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യമായി. ഇനിയിപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി നാണം കണ്ട കാര്യമുണ്ടോ? എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു വക്കീലിനെ കാണാം, വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ഇറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, എന്നാൽ ശരി അങ്ങനെ തന്നെ ആട്ടെ, എന്നാൽ ഞാനങ്ങോട്ടേക്ക് പോട്ടെ ബാലേട്ടാന്ന് ചോദിച്ചു. അല്ല, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അലീനയുമായിട്ട് സംസാരിക്കണം, അലീന ചോദിച്ചിട്ട് മതി എന്ന് പറയാം. അതത്രേ ഉള്ളൂ. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ചോദിച്ചു, അല്ല എന്നീ ബാലേട്ടൻ്റെ ഫോൺ എന്തെന്ന് ചോദിക്കണം. എന്തിനാ? അല്ല, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ വിളിച്ചു ചോദിക്കണ്ടേ, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പെല്ലാം വിളിച്ചു ചോദിക്കണ്ടേ, എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലടോ, അതൊക്കെ അലീനയോട് ചോദിച്ചാൽ മതി, അലീന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ശരി അങ്ങനെ ആട്ടെ എന്ന് പറയണം. അങ്ങനെ ഗോവർദ്ധനം കൂടെ പോകുമ്പോഴത്തേനും ബാലേന്ദ്രന് ഭയങ്കര ടെൻഷനായി. ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, കാരണം സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ. ഇതേ സമയത്ത് മനുശങ്കരൻ്റെ ശിവശങ്കരൻ വിളിക്കുകയാണ്. ശിവശങ്കരൻ വിളിച്ചിട്ട് ചോദിച്ചു, നീ പോയില്ലടാന്ന് ചോദിക്കുകയാണ്. എങ്ങോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് അച്ഛൻ പറയുന്നത്. എടാ, അവനെ ജാമ്യത്തിലിറക്കുന്ന കാര്യത്തിനായിട്ട് വക്കീലിനൊക്കെ പോയി കാണാനായിട്ട്. നല്ല കഥയെ എൻ്റെ അച്ഛ, അതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ? എടാ, നിനക്ക് അവനെ ഒന്ന് കാണാൻ വേണ്ടി പോകാൻ മേലായിരുന്നോ? ആ SIനെ ഒന്ന് പോയി കണ്ട് സ്വാധീനിച്ച് പണവോ ഇനിയിപ്പം മദ്യം വേണമെങ്കിൽ അങ്ങനെയോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയാൻ മേലായിരുന്നോ? അങ്ങനെ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പുറത്തിറക്കാനുള്ള വഴി നോക്കണ്ടായിരുന്നോ? ഇതാപ്പം നല്ല കാര്യം ഏതാ, അങ്ങ് ചെന്നാലും മതി. ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ അച്ഛാ? അച്ഛൻ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ചെറിയ കേസൊന്നുമല്ല, അല്ലെങ്കിലും അങ്ങ് ചെന്ന് സ്വാധീനിച്ച ഉടനെ പോരാനായിട്ട്. അലീനയുടെ കേസിൽ എന്താ സംഭവിച്ചത്? അലീനയെ സ്വാധീനിച്ചെന്ന് കരുതിയിട്ട് അതുപോലെ ആയിരിക്കും ഇതെന്നോ? ഇതൊരിക്കലും അങ്ങനെ ആയിരിക്കില്ല അച്ഛാ. അന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തില്ലായിരുന്നു. ശരിക്കും പോലീസുകാർ എടുത്തിട്ടടിക്കട്ടെ, ഇന്ന് രാത്രി മൊത്തം നല്ല രീതിയിൽ തന്നെ അവരിട്ട് എടുത്തിട്ടടിക്കും, അതാ വേണ്ടത്. അല്ലെങ്കിൽ വീണ്ടും അവൻ ഇങ്ങനത്തെ തരം കാണിക്കും, വേറെ ഏതെങ്കിലും പെണ്ണിൻ്റെ നെഞ്ചത്ത് കയറുമെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് കമല എങ്ങോട്ടേക്ക് വരുന്നത്. കമലയ്ക്ക് സഹിച്ചില്ല മനുശങ്കർ ഇങ്ങനെയൊക്കെ ശിവശങ്കരനോട് പറയണേ. ആ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, എടാ ഒന്നുമല്ലേലും അവൻ അനുജനല്ലേടാ, ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ നിനക്ക് പറ്റുമോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അല്ല ഈ പറയുന്ന കടപ്പാട്ടുകാർ രോഗത്തിനെ രക്ഷിക്കാനൊന്നും ചെയ്യുന്നില്ലേന്ന് ചോദിച്ചു. അവിടെ ആരെന്ത് ചെയ്യാനായിട്ടാ അച്ഛാ? അങ്കിളാണെങ്കിലോ മൈനർ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലാണ്, പിന്നെയുള്ള 3 പെൺകുട്ടികളാ, അവരെന്ത് ചെയ്യാനായിട്ടാ? അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എടാ, ഇതിപ്പോൾ വല്ലാത്തൊരു പ്രശ്നമായല്ലോ. ഒരു പ്രശ്നമില്ല അച്ഛാ, ഉപ്പ് തിന്നുന്നാൻ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു കണക്ക് അനുഭവിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്ത് പറയാനായിട്ടാ? അവനോ വരുത്തി വെച്ച കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മൾ ആരും കൊണ്ട് ചാടിച്ചൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. ശരി, ഞാൻ എന്താ ഗംഗേടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഫസ്റ്റ് വിളിക്ക്. ഇതുപോലത്തെ ചീഞ്ഞ കേസിലൊന്നുമേ വല്യച്ഛൻ എന്താളും ഇടപെടാനൊന്നും പോകുന്നില്ല. വല്യച്ഛൻ ഇങ്ങനെ ഇമാതിരി കേസിലൊന്നും ഇടപെടത്തുമില്ല, വെറുതെ നാണം കെടാനും പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിന്ന് രാജീവിനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്താന്ന് വെച്ചാൽ ചെയ്യാനും പറഞ്ഞിട്ട് മണിശങ്കരൻ കൂട് കട്ട് ചെയ്തു. അപ്പോഴേക്കും കമല വന്നിട്ട് പറഞ്ഞു, എടാ നീ എന്ത് വർത്താനമാടാ നിന്റെ അച്ഛനോട് പറഞ്ഞേ? നിന്റെ സ്വന്തം ചോരയല്ലേ അവന്, എന്നിട്ടോ അവനെ ഇടിക്കട്ടെ എന്ന് പോലീസുകാർ. പിന്നെ എന്ത് ഞാൻ പറയണമെന്ന് ഓർത്തായിരിക്കുന്നേ? അവന് ഉള്ളം കൈ വെച്ച് താരാട്ട് പാടണമെന്നോ? ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ എന്ത് കേസിലകത്ത് പോയേക്കെന്ന് നമുക്ക് നന്നായിട്ടറിയാലോ.
അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, എടാ എന്നാലും ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? അവനെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുമല്ലേ ചെയ്യേണ്ടത്? എന്ത് രക്ഷിക്കാനായിട്ട്? എങ്ങനെ രക്ഷിക്കാനായിട്ട്? അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, എടാ അതിന് അവന് തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നോ? അമ്മേ, അവന് ആ അലീനയുടെ കാര്യത്തിൽ എന്താ ചെയ്തത്? എടാ ഒരലീന വന്നിരിക്കുന്നു. അലീനയുണ്ട്, കുലീനയുണ്ട്, മിണ്ടിപ്പോയേക്കരുത് അവളുടെ പേര്. എടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അവൻ തെറ്റും ചെയ്തിട്ടില്ല. അവന് പ്രേമിക്കുന്ന പെണ്ണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഓരോന്നൊക്കെ അടിച്ചിറക്കിയിരിക്കുന്ന. ശരിക്കും രോഹിത് അതിനകത്ത് കളിക്കണമെന്ന് പറഞ്ഞു. രോഹിത്തോ? അതെ, രോഹിത്തിന് അലീനയോട് ദേഷ്യമുണ്ട്. അതിൻ്റെ പേരിൽ എങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു. അമ്മയുടെ തലയ്ക്കകത്ത് എന്താ സൈനൈഡാണോ? അത് എന്താ വിഷം അമ്മയുടെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്നേ? എത്ര കിട്ടിയാലും അമ്മ പഠിക്കത്തില്ലല്ലോ. സ്വന്തം മാന്യം വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ആര് കണ്ടു? എന്നെ ഇതിനകത്തൊന്നും ഉൾപ്പെടുത്താൻ പോയേക്കല്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് മനുഷ്യങ്കർ അങ്ങോട്ടേക്ക് തിരിഞ്ഞുപോയി. കമലയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനായി. അതേ സമയത്ത് അലീന രോഹിത്തിൻ്റെ മുറിയിലേക്ക് വന്നു. അവിടെ മൊത്തം പരിശോധിക്കുകയാണ് എന്തേലും കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡ്രോ ഒക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ഒരു പെൻഡ്രൈവ്, മെമ്മറി കാർഡും ഒരു സീഡിയും കാര്യങ്ങളൊക്കെ കിട്ടുവാണ്. അതെല്ലാം അലീന ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചു. പിന്നീട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. അതേ സമയത്താണ് ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഗോവർദ്ധനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പോയി കഥ തുറന്നു. കൃഷ്ണമോള് ചോദിച്ചു, അങ്കിളെ എങ്ങനെയുണ്ട്? അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, 2-3 ദിവസം കഴിയുമ്പോഴത്തേനും പോരായിരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് ബബിതയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അല്ല രോഹിത്തേട്ടനെ കുറിച്ച് വല്ലതും അറിയാവോ? രോഹിത്തേട്ടനെ കാണാൻ വല്ലതും പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനൊന്നും പറ്റില്ല മോളെ. അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്കളെ? അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നേ. അലീന എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, മുകളിലുണ്ടെന്ന് പറയണം, ഞാൻ അലീനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ഭവിത ചോദിച്ചു, അല്ല ഇതെന്താ അങ്കളെ അവളെ മാത്രം കാണുന്നേ? ഞങ്ങളോടും കൂടെ പറയാൻ കാര്യങ്ങളൊന്നും ഇല്ലേ? അല്ല അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ. അച്ഛൻ്റെ മക്കളല്ലേ ഞങ്ങൾ, അപ്പം പിന്നെ ഞങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾ. അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ഗോവർദ്ധനൻ. ഒന്ന് നോക്കുക മാത്രം ചെയ്തു. പിന്നീട് മുകളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ ചെന്ന് അലീനെ കാണുവാണ്. ആ സമയത്ത് അലീന ചോദിച്ചു, അല്ല അങ്കിൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ടാണോ വരുന്നതെന്ന് ചോദിച്ചു. അതെ, ഞാൻ അവിടെ പോയിട്ടാണ് വരുന്നത്. അല്ല അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? വലിയ പ്രശ്നമൊന്നുമില്ല, 2 ദിവസം കഴിയുമ്പോഴത്തേനും ഡിസ്ചാർജ് ചെയ്ത് പോരായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് അലീന പറഞ്ഞു, അല്ല അങ്കിൾ കടയൊന്നും തുറന്നില്ലല്ലോ അല്ലേ? ഇല്ല, കടയൊന്നും തുറക്കാൻ പറ്റില്ല. തുറക്കാത്ത നന്നായി. വലിയ പ്രകടനം കാര്യങ്ങളൊക്കെ ആയിരുന്നു നാട്ടുകാരവിടെ. എങ്ങാനും തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതോടുകൂടി തീർന്നേരെല്ലാം തല്ലിപ്പൊളിച്ചാനെന്ന് പറഞ്ഞു. ഒരു കണക്കിന് അലീന പറഞ്ഞ് നല്ല കാര്യമായി. അപ്പോഴേക്കും അലീന പറഞ്ഞു, എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊന്ന് തുറക്കണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്കിളേന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ? ഇനി എന്തേലുമൊക്കെ ചെയ്യണം. വക്കീലിനെ ഒന്ന് പോയി കാണണം. അല്ല രോഹിത്തിനെ കാണാൻ വല്ലതും പറ്റുമോ? എവിടുന്ന്? അവരെ ഏതോ രഹസ്യ സംഘത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ. SP കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യത്തും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അറിയാൻ കഴിഞ്ഞേ. അതുകൊണ്ട് ഇപ്പം നമുക്ക് കാണാനൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രോഹിത്തിനെ രക്ഷിക്കാൻ പറ്റില്ല അങ്കിളെ. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അറിയാലോ. ഇത് നിസ്സാര കാര്യമൊന്നുമല്ല. അല്ല ആ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട്? അവളുടെ കാര്യമാണ്. അവളെ താലൂക്ക് ആശുപത്രിയിലോ മറ്റോ ആക്കിയിരിക്കുകയാണ്. അവിടെ ചുറ്റും പോലീസുകാരാ, അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പറ്റില്ല. പോലീസുകാരെ കൂടാതെ മാധ്യമങ്ങളെല്ലാം ഉണ്ട് അവിടെ. അപ്പം നമ്മളൊക്കെ അങ്ങോട്ടേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവെന്ന് പറഞ്ഞു. അല്ല അതിന് കൂടുതലായിട്ട് എന്തെങ്കിലും അതിനെക്കുറിച്ചൊന്നും അറിയാൻ പറ്റുന്നില്ല. അത് പാവം പിടിച്ച് വീട്ടിലൊരു പെങ്കൊച്ചായിരുന്നു. ആ കോളനിയിൽ താമസിച്ചുകൊണ്ടിരുന്ന പെങ്കൊച്ച. അതിന് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് മയക്കാണ് രോഹിത്ത് ഹരിശങ്കർ വലയെ വീശിയിരുന്നത്. ആ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ മറ്റുള്ളവർക്കൂടെ കാഴ്ച വെച്ചെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, എല്ലാത്തിനും കാരണം അവനാ ഹരിശങ്കർ. അവനാ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാണ്. അവനെല്ലാത്തിനും ചുക്കാൻ പിടിച്ചത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട അങ്കിളെ? എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേന്ന് ചോദിച്ചു. അതെ ചെയ്യണം, പക്ഷെ നമുക്ക് നേരിട്ട് കയറിയും കൂടെ ഇടപെടാൻ പറ്റില്ല. നമുക്ക് കാണാനും പോകാൻ പറ്റില്ല. അങ്കിളെ അങ്കിളൊന്ന് സൂക്ഷിക്കണം കേട്ടോ പുറത്തിറങ്ങുന്ന സമയത്ത്. അത് ഞാൻ നോക്കിക്കോളാം മോളെ. ഇനി എത്രയും പെട്ടെന്നൊരു വക്കീലിനെ കാണണം, ഒരു നല്ല വക്കീലിനെ. അതെ വക്കീലിനെയൊക്കെ കാണാം. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? എന്തുണ്ടാവാനാ? ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്തുണ്ടാവാനാ? അനുഭവിക്കട്ടെ എല്ലാവരും ഇങ്ങോട്ട്. ഇത്രയും കാലം അവന്മാരെ കയറൂരി വിട്ടിരിക്കില്ലായിരുന്നോ? എന്തായിരുന്നു? ഇപ്പം കണ്ടില്ലേ എല്ലാം കൂടെ വന്നേന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ അലീന പറഞ്ഞു, അങ്കിൾ ഇങ്ങനെയൊന്നും അച്ഛൻ്റെ കേൾക്കെ പോയി പറയരുത് കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് സഹിക്കാൻ പറ്റില്ല. അച്ഛന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും.
അച്ഛനെ നെഞ്ചു പടയുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് പടയാനായിട്ടാ? നാളത്തെ പത്രം വരുന്നതോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ പുറത്താവൂലേ? ഞാൻ പറഞ്ഞില്ലേലും ബാലേട്ട സത്യങ്ങളൊക്കെ അറിയുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ അലീനോട് ഞെട്ടലോട് കൂടിയിട്ട് ഗോവർദ്ധനം നോക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.